all the salespeople I met always try to dash buying their products. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇടിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ എന്തായിരിക്കണം വരേണ്ടത്? ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഓൾ ദ സെയിൽസ് പീപ്പിൾ, എല്ലാ സെയിൽസ് പീപ്പിളും ആര് കണ്ടുമുട്ടിയത്? ഐ മെറ്റ് ഓൾവേസ്, അല്ലേ? ഞാൻ കണ്ടുമുട്ടിയ എല്ലാ സെയിൽസ് പീപ്പിളും ട്രൈ ടു, അവർ ശ്രമിക്കാറുണ്ട്. എന്തിന്? ഡാഷ് ബൈയിങ് ദർ പ്രൊഡക്ട്സ്, അവരുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ അവിടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുവാൻ വേണ്ടി എന്നെ എപ്പോഴും പ്രേരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ കണ്ടുമുട്ടിയ എല്ലാ സെയിൽസ് പീപ്പിളും. അപ്പോൾ ഒരർത്ഥമാണ് വരേണ്ടത്. അപ്പോൾ പ്രേരിപ്പിക്കുക, പിന്തുടരുക, പ്രേരിപ്പിക്കുക എന്ന അർത്ഥമാണ് ഇവിടെ വരേണ്ടത്. അങ്ങനെ അർത്ഥം നൽകുന്ന ഏതാ? പെർസ്വാഡ് തരും, ഫോഴ്സ് തരും, അല്ലേ? ഇതിനകത്ത് എ ബിയോ ഇതായിരിക്കും നമ്മൾ എഴുതാൻ സാധ്യത. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ടു പെർസ്വാഡ് മീ എന്ന് എഴുതാമായിരുന്നു. അങ്ങനെ പെർസ്വാഡ് മീ എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് എങ്ങനെ ആയിരിക്കണം? ടു പ്ലസ് വെർബാണ് വരേണ്ടത്. പെർസ്വാഡ് മീ ടു ഡു സംതിങ് എന്നേ പറയത്തുള്ളൂ. ഇവിടെ പക്ഷേ ബൈയിങ് എന്ന് പറഞ്ഞ ING ഫോം എന്ന സ്ഥിതിക്ക് നമുക്കിവിടെ പെർസ്വാഡ് മീ ടു ചേർത്ത് പറയാൻ പറ്റത്തില്ല. ഇവിടെ പക്ഷേ ഫോർ തന്നിട്ടുണ്ട്, നമ്മളെ തെറ്റിക്കാൻ വേണ്ടി. നമ്മൾ പെട്ടെന്ന് ഫോർ ബൈയിങ് എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ തെറ്റാണ്. നമ്മളെപ്പോഴും പെർസ്വാഡ് മീ കഴിഞ്ഞിട്ട് പിന്നെ ടു ആണ് വരേണ്ടത്, ഫോർ അല്ല, ടു ആണ് വരേണ്ടത്. ടു വന്നു കഴിഞ്ഞാൽ പിന്നെ വെർബ് V1 ഫോമാണ് വരേണ്ടത്. സോ ഇത് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ട് ഇത് നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല. ഇനി ഫോഴ്സ് മീ ടു, ഓക്കെ, ഇത് നമുക്ക് ശ്രമിക്കാം, നിർബന്ധിക്കുന്ന അർത്ഥത്തിൽ നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ ടു വന്നു കഴിഞ്ഞാൽ പിന്നെ V1 ഫോമാണ് വരേണ്ടത്. ഇവിടെ ബൈയിങ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫോഴ്സ് മീ ടുവും പറ്റത്തില്ല. ഇനി നമ്മൾ കൺഫ്യൂഷനായി, അല്ലേ? നമുക്ക് പ്രേരിപ്പിക്കാൻ അർത്ഥം നൽകുന്ന ഒരു ഇഡിയം ഇവിടെ കിടപ്പുണ്ട്. കാരണം എന്താ? ഇത് ഇഡിയവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ അത്തരത്തിൽ പ്രേരിപ്പിക്കുക എന്ന അർത്ഥം നൽകുന്ന ഒരു ഇഡിയം ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതേതാ? അതാണ്ട് C എന്ന് പറയുന്ന ഓപ്ഷനാണ്. ടോക്ക് മീ ഇൻറ്റു പ്ലസ് വെർബ് പ്ലസ് ING എന്ന് നമുക്ക് പറയാം. കുഴപ്പമൊന്നുമില്ല. ഇൻറ്റു കഴിഞ്ഞിട്ട് നമുക്ക് ING ഫോം എഴുതാം. എന്താണ് ടോക്ക് മീ ഇൻറ്റു എന്ന് പറയുമ്പോൾ? പെർസ്വാഡ് മീ ടു ഡു സംതിങ് എന്നാണ് അർത്ഥം, പ്രേരിപ്പിക്കുക എന്നർത്ഥമില്ല. അപ്പം ഇവിടെ C എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇവിടെ ബൈയിങ് എന്ന് വന്ന സ്ഥിതിക്ക്, അല്ലേ? ബൈയിങ് എന്നിവിടെ തന്ന സ്ഥിതിക്ക് ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുക ഈ C എന്ന് പറയുന്ന ഈ ഇഡിയമാണ് നമുക്കിവിടെ എഴുതാൻ പറ്റുക. ഇവിടുത്തെ കറക്റ്റ് ആൻസർ C എന്ന് പറയുന്ന ഓപ്ഷനാണ്. ടോക്ക് മീ ഇൻറ്റു ബൈയിങ് ദ പ്രൊഡക്ട്സ്. ഓക്കെ, അപ്പോൾ ഇഡിയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഈ ക്ലാസ് നമ്മൾ 2 ഇഡിയം പഠിച്ചു. അറ്റ് ദാറ്റും ടോക്ക് സംബഡി ഇൻറ്റു, അല്ലെ? ടോക്ക് സമ്മൺ ഇൻറ്റു, അല്ലേ? അറ്റ് ദാറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മൾ ആദ്യം പഠിച്ച ആ ഇഡിയത്തിൻ്റെ അർത്ഥം എന്താണ്? അറ്റ് ദാറ്റ്, ഇൻ അഡീഷൻ ടു, അല്ലെങ്കിൽ ഓൾസോ എന്നാണ് അർത്ഥം. എന്നാൽ ഇവിടെ ടോക്ക് സമ്മൺ ഇൻറ്റു, അല്ലെ? ടോക്ക് സമ്മൺ ഇൻറ്റു എന്ന് പറയുമ്പോൾ ആരെങ്കിലും നമ്മൾ പ്രേരിപ്പിക്കുക, എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നമ്മൾ ടോക്ക് സമ്മൺ ഇൻറ്റു എന്ന് പറയുന്നത്. ഇവിടെ സമ്മണിന് പകരം മീ വന്നിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ടോക്ക് മീ ഇൻറ്റു ബൈയിങ് ദ പ്രൊഡക്ട്സ്. അപ്പോൾ ഇവിടെ അർത്ഥം പ്രേരിപ്പിക്കുക എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ C എന്ന് പറയുന്ന ഓപ്ഷനാണ്.